ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇതിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ഒരു കാൽക്കുലേറ്ററും നോട്ടും കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ കണക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഈസി ആയിരിക്കും കുറച്ചും കൂടെ. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, which is an important topic in mathematics and practical life. What is compound interest? എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ടിലും അതിന്മേൽ വരുന്ന പലിശയിലും കാൽക്കുലേറ്റ് ചെയ്യുന്ന പലിശ നിരക്കാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടിൽ മാത്രമായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ പ്രിൻസിപ്പൽ എമൗണ്ടിലും അതിൻ്റെ മേൽ വരുന്ന പലിശയിലും പലിശ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് സംടൈംസ് കോൾഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്, അങ്ങനെയും വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ. എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ എമൗണ്ട് കുറയ്ക്കുന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എമൗണ്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതിന് വേറൊരു ഫോർമുല ഉണ്ട്. എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ, അല്ലെങ്കിൽ ടി. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, ടി എന്ന് പറയുന്നത് ടൈം. ഏത് വേണേലും ഉപയോഗിക്കാം, എന്നോ ടിയോ ഏത് വേണേലും ഉപയോഗിക്കാം. അതുപോലെ ഇവിടെ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പലാണ്, ആർ എന്ന് പറയുന്നത് റേറ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ എൻ ഓർ ടി, നമ്പർ ഓഫ് ഇയേഴ്സ് ഓർ ടൈം. ഓക്കെ, ടൈം കളയുന്നില്ല. ലെറ്റ്സ് സോൾവ് ആൻ എക്സാമ്പിൾ യൂസിങ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല. സപ്പോസ് യു ഇൻവെസ്റ്റ് 10,000 അറ്റ് 10% per annum ഫോർ 2 years. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഫസ്റ്റിലെ നമ്മൾ ഫോർമുല എഴുതുക. നൗ അപ്ലൈ ദ ഫോർമുല. CI is equal to എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ. അപ്പോൾ ഇതിൽ ഫസ്റ്റിലെ എമൗണ്ട് കണ്ടുപിടിക്കണം. സോ എമൗണ്ട് ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു ടി. ഇനി നമ്മൾ തന്നിരിക്കുന്ന ഈ എമൗണ്ടുകളൊക്കെ ഇവിടെ എഴുതുക. ഫസ്റ്റ് നമ്മൾ 10,000 എഴുതി, അത് ബ്രാക്കറ്റിൽ 1 പ്ലസ് നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് 10 സോ 10/100 എന്ന് എഴുതുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മുകളിൽ ടി ആണ് വരുന്നത്. ടി 2 വർഷമാണ് തന്നിരിക്കുന്നത്, സോ അവിടെ 2 എന്ന് എഴുതുക. ഇനി 10,000 ഇൻറ്റു 1 പ്ലസ് ഈ 10/100നെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 0.1 എന്ന് കിട്ടും. പിന്നീട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മുകളിൽ ആ ടി 2 എന്ന് എഴുതുക. അടുത്തത് നമ്മൾ പിന്നെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 10,000 ഇൻറ്റു 1 പ്ലസ് 0.1 എന്നുള്ളത് കൂട്ടി എഴുതണം. അപ്പോൾ 1.1 ഹോൾ സ്ക്വയർ എന്ന് വരും. അതായത് 10,000 ഇൻറ്റു 1.1 ഇൻറ്റു 1.1. 1.1 ഇൻറ്റു 1.1 റിസൾട്ട് എത്രയാണ്? 1.21. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 10,000നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 12,100 എന്ന് കിട്ടും. ഇത് പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടെ കൂടിയിട്ടുള്ള തുകയാണ്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ ഫോർമുല ഇവിടെ വീണ്ടും അപ്ലൈ ചെയ്യണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് പി ഈസ് ഈക്വൽ ടു 12,100 മൈനസ് 10,000. 10,000 ആയിരുന്നല്ലോ പ്രിൻസിപ്പൽ എമൗണ്ട്.
സോ അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 2100 എന്ന ആൻസർ കിട്ടും. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, 2100. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ 1-1-10 അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 20,000 for 3 years if rate of interest is 5%, 10% and 20% for first, second and third years respectively. അപ്പോൾ ഇവിടെ ടോട്ടൽ 3 years ആണ് തന്നിരിക്കുന്നത്. ഈ 3 yearsലും സെയിം അല്ല പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്. ആദ്യത്തെ വർഷം 5 പിന്നെ 10 പിന്നെ 20. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് 20,000-നാണ്, 20,000 രൂപയ്ക്കുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് ആഫ്റ്റർ 3 years, 3 വർഷത്തിന് ശേഷം എത്ര എമൗണ്ട് ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അതിനെ ഇക്വേഷൻ എഴുതുക. A = P × 1 + R1. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ വർഷം വ്യത്യസ്ത റേറ്റ് ആണെങ്കിൽ R1, R2, R3 എന്ന് എഴുതണമെന്ന്. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യുകയാണ്. 1 + R1 × 1 + R2 × 1 + R3. ഇനി ആ ഒരു നമ്പേഴ്സ് എമൗണ്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പം ആദ്യത്തെ 20,000 × 1 + 5/100. ആദ്യത്തെ വർഷത്തിൽ 5% ആണല്ലോ, അപ്പോൾ 5/100 എന്ന് വരും. രണ്ടാമത്തേതിൽ 10/100, മൂന്നാമത്തേത് 20/100 എന്ന് വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ ഒരു പെർസെൻറ്റേജിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ 5/100 എന്നുള്ളത് 1/20 ആവും. 100ൽ 20 പ്രാവശ്യം 5 വരുന്നുണ്ട്. അതുപോലെ 5ൽ 1 പ്രാവശ്യമുള്ളൂ, അപ്പോൾ 1/20. ഇനി അടുത്തത് 1 + 1/10, അതായത് 10നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 1/10 എന്ന് കിട്ടും. അടുത്തത് 20നെ 100 കൊണ്ട് ചെയ്യുമ്പോൾ 1/5 എന്ന് കിട്ടും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് ചെറിയൊരു ഫോമിലേക്ക് വന്നു. ദെൻ 20,000 ആ ഒരു ബ്രാക്കറ്റിലുള്ളത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ അതിനെ ഇംപ്രോപ്പറാക്കി മാറ്റണം. ഇംപ്രോപ്പറാക്കി മാറ്റുന്നത് 1 + 1/20 എന്നുള്ളത് 1 × 20 + 1, 21. അതിൻ്റെ ഡിനോമിനേറ്ററിനെ അങ്ങനെ തന്നെ എഴുതുക. അടുത്തത് 1 × 10 + 1, 11, ഡിനോമിനേറ്റർ 10. അപ്പോൾ 11/10, 1 × 5 + 1, 6, 6/5. അപ്പം നമുക്കിവിടെ കിട്ടുന്നത് 20,000 × 21/20 × 11/10 × 6/5. നമ്മൾ അതിൻ്റെ എല്ലാം മൾട്ടിപ്പിൾ ചെയ്യണം. 21 × 11 × 6നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1386 എന്ന് കിട്ടും. അതുപോലെ താഴെയുള്ള ഡിനോമിനേറ്ററിന് ചെയ്യുമ്പോൾ 1000 എന്ന് കിട്ടും. ഇനി ഈ 1000-ലെ 3 പൂജ്യവും 20,000-ലുള്ള 3 പൂജ്യവും കൂടെ വെട്ടിപ്പോകും. ബാക്കിയുള്ളത് 13,386 × 20 എന്നാണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 27,720 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ മൈനസ് ചെയ്യണമെന്ന്, എമൗണ്ടിൽ നിന്നും P മൈനസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 27,720 ആണ്. അതിൽ നിന്നും 20,000 പ്രിൻസിപ്പൽ എമൗണ്ടിനെ മൈനസ് ചെയ്യുന്നു. സോ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് 7,720 എന്നാണ്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ടെക്സ്റ്റിൽ 1-1-11 അതിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 25,000 at 20% for 2.5 years if interest is compounded annually. ഇവിടെ 25,000 രൂപയുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അത് 20%-ലാണ് കണ്ടെത്തേണ്ടത്. 2.5 വർഷമാണ്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാൻ കാരണം ഇവിടെ ഒരു ഒറ്റ സംഖ്യ ആയിട്ടല്ല, 3 വർഷം, 2 വർഷം, 5 വർഷം ഇങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഒരു ഫ്രാക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ പോലെയാണ് വന്നിരിക്കുന്നത്. 2
ഇൻറ്റു 1/2 2.5 വർഷം എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 25,000 ആണ്. R എന്ന് പറയുന്നത് 20% ആണ്. സോ നമ്മൾ അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 20/100 0.2 എന്ന് കിട്ടും. ഇനി ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എമൗണ്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ A ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + R/100 റൈസ് ടു T ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ എമൗണ്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? 25,000 ഇൻറ്റു 1 + നമ്മൾ നേരത്തെ ആറിനെ കൺവേർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ 100 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 0.2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് 2.5 എന്ന് എഴുതുക. വീണ്ടും 25,000 ഇൻറ്റു ചെയ്യണം. അതായത് ആ 1 + 0.2 എന്നത് ആഡ് ചെയ്തിട്ട് 1.2 എന്ന് കിട്ടും. മുകളിൽ വീണ്ടും നമ്മൾ 2.5 വർഷത്തിൻ്റെ അത് എഴുതുക. അടുത്തതിൽ വരുമ്പോഴേക്കും ആ 2.5 എന്നുള്ളത് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലാണ് ഉള്ളത്. അതിനെ ഇംപ്രോപ്പറാക്കി മാറ്റുക. 5 × 2 10 2 × 2 4 + 1 5 5/2 എന്ന് വരും. 5/2 ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2.5 എന്ന് വരും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതേണ്ടത് 25,000 ഇൻറ്റു 1.2 ബ്രാക്കറ്റ് ക്ലോസ് റേസ് ടു 2.5 എന്നാണ് എക്സ്പോണൻ്റ് വരുന്നത്. 25,000 ഇൻറ്റു ഇനി 2.5 എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത കണക്കിൽ എത്ര പ്രാവശ്യമാണോ ആ ടി വരുന്നത് അത്രയും പ്രാവശ്യം നമ്മൾ അതിനെ ഇൻറ്റു ചെയ്യണം. പക്ഷേ ഇവിടെ 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 0.5 ബാക്കി വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 1.2 ഇൻറ്റു 1.2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ 25,000 കൂട്ടത്തിൽ തന്നെ എഴുതണം. നെക്സ്റ്റ് 0.5 എന്നതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ റൂട്ടാണ് കാണേണ്ടത്. അതിനാണ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വേണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? 25,000 ഇൻറ്റു 1.2 അതേ സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1.44 എന്ന് കിട്ടും. ഇൻറ്റു 1.2 അത് ബ്രാക്കറ്റിൽ എഴുതുക. മുകളിൽ 0.5 അത് നമുക്ക് 0.5 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതിയാണല്ലോ കാണേണ്ടത്. സോ റൂട്ട് കാണാം. അപ്പോൾ റൂട്ടിന് നമുക്കൊരു ഏകദേശം ഒരു എമൗണ്ട് ഇവിടെ കിട്ടുന്നത് 1.0954 എന്നാണ്. ഏകദേശം ഡെസിമൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 പ്ലേസ് എടുക്കണം. അപ്പോൾ ഇത് കാൽക്കുലേറ്റർ എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? 1.2 റൂട്ട് കാണുന്നത് എങ്ങനെയാണെന്ന്. അടുത്തത് 25,000 ഇൻറ്റു ഈ 1.44 1.0954 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ് 1.5774. അതിനെ 25,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 39,435 അതായത് 39,435 എന്ന് ആൻസർ കിട്ടും. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടെത്തേണ്ടത്. A - B എത്രയാ? 39,435 നിന്നും 25,000 പോകുമ്പോൾ 14,435 എന്ന് ആൻസർ കിട്ടും. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 1.1.12 വരുന്നത്. എ സർട്ടൻ സം വിൽ എമൗണ്ട് ടു 24,200 in 2 years at 20% per annum of compound interest being compounded annually. Find the sum. In this problem we have to find principal. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഇവിടെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഗിവനെ എന്ന് പറയുന്നത് 24,200 ആണ്. ടൈം തന്നിട്ടുണ്ട് 2. R തന്നിട്ടുണ്ട് 20%. സോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അതിനെന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുക. A = P × 1 + R റേസ് ടു T. അപ്പോൾ ഇതിൽ നമുക്ക് പ്രിൻസിപ്പൽ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് തന്നെ ഈ ഒരു ഫോർമുലയിൽ നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് ചേഞ്ച് ആക്കേണ്ടി വരും. സോ A തന്നിട്ടുണ്ടല്ലോ, P ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഴുതുക. P = A /
1 പ്ലസ് ആർ റേസ് ടു ടി. അതായത് എ മുകളിൽ എഴുതണം, താഴെ ആ ഒരു പെർസെൻറ്റേജ് എഴുതിയിട്ട് നമ്മൾ കണക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ 24,200 ബൈ 1 പ്ലസ് 20/100 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് മുകളിൽ 2 എഴുതി. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 20നെ 100 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/5 എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതും? 24,200 അല്ലേ, 24,200 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/5. ഇങ്ങനെ തരുമ്പോൾ എന്ത് ചെയ്താൽ മതി? മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പറാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് 6/5 എന്ന് കിട്ടും. 6/5നെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.2 എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഡെസിമലാണ് എഴുതേണ്ടത്. 24,200 ബൈ 1.2 റേസ് ടു 2, അതായത് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 24,200 ബൈ 1.2നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.44 എന്ന് കിട്ടും. ഈ 24,200നെ 1.44 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 16,805.56 എന്നാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 1.1.13. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ 4,000 amount to 4,840 അറ്റ് 10% കോമ്പൗണ്ട്? ഇവിടെ ഇപ്പോൾ എന്താ ഉള്ളത്? എമൗണ്ട് തന്നിട്ടുണ്ട്, 4,840 എന്ന എമൗണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ പ്രിൻസിപ്പൽ എമൗണ്ട് അതും തന്നിട്ടുണ്ട്, 4,000 തന്നിട്ടുണ്ട്. അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. 10% മീൻസ് 10/100 = 1/10. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര വർഷം കൊണ്ടാണ് ഈ 4,000 10% നിരക്കിൽ 4,840 ആയതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ഫസ്റ്റിൽ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യണം. A = P × 1 + R ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് മുകളിൽ ടി എന്ന് എഴുതാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ടുകളൊക്കെ അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കുക. 4,840 A = 4,000, പിന്നെ ബ്രാക്കറ്റിൽ 1 + 10/100 ബ്രാക്കറ്റ് ക്ലോസ് മുകളിൽ ടി. ഇനി ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ടിനെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റാം. അവിടെ ഇൻറ്റു ആയത് ഇപ്പുറത്തെ സൈഡിലേക്ക് ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷനായി മാറും. അപ്പോൾ 4,840 ഡിവൈഡഡ് ബൈ 4,000 = 1 + 1/10. 10/100 എന്നതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് 1/10 എന്നാക്കി മാറ്റിയിരിക്കുന്നത്. മുകളിൽ ടി അങ്ങനെ തന്നെ കൊടുക്കുക, കാരണം ടി നമുക്ക് തന്നിട്ടില്ല, കണ്ടുപിടിക്കേണ്ടത് ടി ആണ്. ഓക്കെ. ഇനി 4,840നെ 4,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? 4,840ലും 4,000ത്തിലുമുള്ള കോമൺ ഫാക്ടറിനെ കണ്ടുപിടിച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടറായിട്ട് കിട്ടിയിരിക്കുന്നത് 40 ആണ്. കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ 40 എന്ന് നമുക്ക് കോമൺ ഫാക്ടർ കിട്ടിയിട്ടുണ്ട്. 40നെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ 4,000നെ 40 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. മുകളിൽ 4,840നെ 40 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ 121 എന്ന് കിട്ടും. അടുത്തത് നമ്മൾ ആ സ്റ്റെപ്പ് താഴേക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ്. 121/100 = മുകളിലെ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പറാക്കി മാറ്റിയിട്ടുണ്ട്. 1 × 10 + 1 11/10 മുകളിൽ ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 121/100നെ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുകയാണ്. 121ൻ്റെ സ്ക്വയർ റൂട്ട് 11 ആണ്. അതുപോലെ 100ൻ്റെത് 10 ആണ്. മുകളിൽ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? 11 × 11 ആണ് 121, 10 × 10 ആണ് 121. ഇപ്പോൾ ഇവിടെ ബേസ് ഒരുപോലെ ഈക്വലായിട്ട് വന്നു.
11/10 = 11/10. എക്സ്പോണൻ്റ് ആണ് അവിടെ 1 2 എന്ന് കൊടുത്തിട്ടുണ്ട്, 1 t എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ബേസ് സെയിം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോണൻറ്റും അത് തന്നെയാണ്. അപ്പോൾ t = 2 years. ഓരോ സംഖ്യ സ്വയം അതിനെ ആ സംഖ്യ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുമ്പം ഈ മുകളിൽ പറഞ്ഞ സംഭവം കിട്ടണം. അതിനാണ് റൂട്ട് 121, സ്ക്വയർ റൂട്ട് ഓഫ് 121. അതിനെ നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് 11/10 ഓൾ സ്ക്വയർ എന്ന് എഴുതാം. സെയിം അപ്പുറത്തും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ആ ടി ആണ് അവിടെ മാറ്റമുള്ളത്. ടി 2 years എന്ന് നമുക്ക് കിട്ടി. ബേസ് ഈക്വൽ ആയപ്പോൾ എക്സ്പോണൻറ്റിനെ നമ്മൾ ഈക്വലാക്കി. അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് 1/1/14 അറ്റ് വാട്ട് റേറ്റ് പെർസെൻറ്റേജ് ഫ്രം പെർ ആനം ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി വിൽ എ സം ബി 60 times ഓഫ് ഇറ്റ് സെൽഫ് ഇൻ 4 years. എന്താണ് ഈ ചോദ്യം? 4 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു തുക കൂട്ടുപലിശയുടെ 16 മടങ്ങ് ആകുമ്പോൾ വാർഷികമായി കൂട്ടുപലിശ എത്ര ശതമാനം എന്ന നിരക്കിൽ ലഭിക്കും? ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് റേറ്റ് ആണ്. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്, റേറ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? എമൗണ്ട് തന്നിട്ടുണ്ട്. എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 4 മടങ്ങാണ്. ടി എന്ന് പറയുന്നത് 4 വർഷമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ A = P × 1 + R raised to T. അപ്പോൾ ഓരോ കാര്യം തന്നിരിക്കുന്ന എമൗണ്ട് നമ്മൾ താഴെ എടുത്ത് എഴുതേണ്ടി വരും. അപ്പോൾ എയുടെ സ്ഥാനത്ത് നമ്മൾ പിയുടെ 16 ടൈം എടുത്തതാണല്ലോ പി. അപ്പോൾ നമ്മൾ 16p എന്ന് എഴുതണം. = P × 1 + R raised to 4. അത് ടി അവിടെ 4 ആണെന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളവിടെ 4 എന്ന് എഴുതുന്നത്. വീണ്ടും നമ്മൾ പീനെ ക്യാൻസൽ ചെയ്യുകയാണ്, 2 പീനെയും ക്യാൻസൽ ചെയ്യുകയാണ്. മുകളിലത്തെ ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് 2 പീനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 16 = 1 + R raised to 4 എന്നാണ്. ഇനി ഈ 16നെ നമ്മൾ പവറാക്കി എഴുതണം, 2ൻ്റെ പവറാക്കി എഴുതണം. 2ൻ്റെ പവറാക്കി എഴുതുമ്പോൾ 2 raised to 4 എന്ന് വരും. അതായത് 2 × 2 × 2 × 2. 4 പ്രാവശ്യം 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 2 raised to 4 = 1 + R raised to 4. ഇനി ഇവിടെ തന്നിരിക്കുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 + Rനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക = 2. അതായത് എക്സ്പോണൻ്റ് ആയിട്ടുള്ള raised to 4 എന്ന് 2 സൈഡിലുണ്ടല്ലോ. ഇതിൽ ബേസ് ആണ് സെയിം അല്ലാത്തത്, എക്സ്പോണൻ്റ് സെയിം ആണ്, ഈക്വൽ ആണ്. 4ഉം ഇപ്പുറത്തും 4 വന്നിട്ടുണ്ട്. സോ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ബേസിനെ മാത്രം എടുക്കുന്നു. അപ്പോൾ ബേസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് 1 + R എന്ന് എഴുതുന്നു = ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്നതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു 2. ഇനി നമ്മൾ ആറിനെ മാത്രം അവിടെ നിർത്തിയിട്ട് നമ്പേഴ്സിലേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. R = 2. ഇവിടെ +1 ആണ്, അത് ഇപ്പുറത്തെത്തുമ്പോൾ -1 ആവും. അപ്പോൾ 2 - 1 എന്ന് പറയുമ്പോൾ 1 എന്ന ആൻസർ കിട്ടും. അപ്പോൾ R = 1. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് 1 എന്ന് കിട്ടി. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് മാറ്റുന്നത്? R/100 ആണ്. സോ R/100 എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 1 മൾട്ടിപ്ലൈ ചെയ്യാം, 1 × 100, അപ്പോൾ 100 എന്ന് കിട്ടും. അടുത്തത് 1/1/15 ഒരു ക്വസ്റ്റ്യൻ ആണ്. എ certain sum of money double itself in 4 years. In how many years will it become 60 times at the same rate of compound interest? ഇത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ. ഓരോ തരത്തിലുള്ള കോമ്പൗണ്ടിങ്ങും അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ലെങ്തായി പോകും. അതുകൊണ്ട് അത് അടുത്ത വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. ഇനി കഴിഞ്ഞ വീഡിയോയിൽ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ
ആദ്യത്തേതിൻ്റെ ആൻസർ 150 എന്നാണ്, രണ്ടാമത്തേതിൻ്റെ ആൻസർ 3% എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.